വെളിച്ചെണ്ണയ്ക്കൊക്കെ തീ വിലയാണ്. ഓയിൽ പുള്ളിങ്ങിനൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഈ ഓയിൽ പുള്ളിങ്ങിനെ കുറിച്ച് ഒരുപാട് പേര് വീഡിയോ ചെയ്യൂ, അതിനെക്കുറിച്ച് സംസാരിക്കൂ എന്ന് പറയുന്ന സമയത്ത് ഐ ഹാഡ് ഡൺ ഒരു പ്രിറ്റി മച്ച് കുറച്ച് മീറ്റിംഗ്സ് വിത്ത് യു ഓഫ് മൈ ആയുർവേദ ഡോക്ടേഴ്സ്. അപ്പോൾ ഇവരോടൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം വെച്ചിട്ടും കൂടെയാണ് ഞാൻ ഇതിനോട് സംസാരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഡെന്റിസ്ട്രി അല്ലാതെ ഈ ദന്തരോഗങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന മറ്റൊരു സ്പെഷ്യാലിറ്റി ആക്ച്വലി നിലവിലില്ലെങ്കിൽ പോലും പല മെഡിക്കൽ വിഭാഗങ്ങളിൽ, അതായത് ആയുർവേദം അല്ലെങ്കിൽ ഇതിലൊക്കെ ഈ ഡെന്റൽ പ്രോബ്ലംസിന് വളരെ ക്ലോസ് ടു ആയിട്ടുള്ളത് ഗം ഇഷ്യൂസ് ആണ്. അപ്പൊ ഈ ഓയിൽ പുള്ളിങ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ സംഭവത്തിൽ അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കൂടുതലും മോണരോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആയിട്ടെന്നാണ് എന്നോട് ഇവരെല്ലാം പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി അതിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വെളിച്ചെണ്ണയല്ല, ദാറ്റ് വാസ് യൂസ്ഡ് എള്ളെണ്ണയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അലോങ് വിത്ത് ദാറ്റ് ഒരുപാട് മെഡിക്കേഷൻസും ഉണ്ടായിരുന്നു. ഇങ്ങനെ പ്രോബ്ലംസ് ഉള്ള ആളുകളോട് നിശ്ചിത ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് അതിനുശേഷം അത് എന്താ പറയുക റിൻസ് ചെയ്തതിന് ശേഷം അതിൽ ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകി കളയണമെന്നും കൂടെ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. സോ ബേസിക്കലി അതൊരു റെഗുലർ യൂസിനേക്കാൾ കൂടുതൽ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളപ്പോൾ ഉപയോഗിക്കുന്ന കാര്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ പലരും അത് വെളിച്ചെണ്ണ കൊണ്ട് ദിവസവും ഉപയോഗിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് അത് കാണിക്കുന്നത്. കുറച്ച് ആൾക്കാർ അതിന് ഫോറായിട്ടും കുറച്ച് ആൾക്കാർ അതിന് എഗൻസ്റ്റ് ആയിട്ടും പറയുന്നു. ഞാനിതിന് രണ്ട് സൈഡിലും ഇല്ല, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പറയുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനിവിടെ പറയാൻ വന്നത് ഇവിടെ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക, ഓവറായിട്ട് യൂസ് ചെയ്ത് കാശ് കളയാണ്ടിരിക്കുക.